Death toll from dozens of earthquakes and aftershocks in Guatemala rises to 4. ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ദ ഹിന്ദുവിൽ നിന്നാണ്. നമുക്കറിയാം ഗുട്ടമല ഒരു മധ്യ അമേരിക്കൻ രാജ്യമാണ്. ഈ കഴിഞ്ഞ ജൂലൈ 8 മുതൽ ചെറുതും വലുതുമായിട്ടുള്ള ഏതാണ്ട് 150ഓളം ഭൂചലനങ്ങൾ ഈ രാജ്യത്ത് രേഖപ്പെടുത്തുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ശങ്കർ ഐ എസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുട്ടമല ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു മധ്യ അമേരിക്കൻ രാജ്യമാണ്. ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് അന്വേഷിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് എത്താൻ കഴിയുന്നത് 1492 അവിടെ നിന്നാണ് ഏതാണ്ട് ഗുട്ടമലയുടെ യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നത്. 1492 പ്രത്യേകത നമുക്കറിയാം. വെസ്റ്റേൺ ഹെമിസ്ഫിയർ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന ഇറ്റാലിയൻ നാവികനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും 1492 വെസ്റ്റേൺ ഹെമിസ്ഫിയർ കണ്ടെത്തുന്നത്. അന്നത്തെ കാലത്ത് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ പലതരത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വലിയ വലിയ സംസ്കാരങ്ങളായിട്ടുള്ള മായൻ സംസ്കാരം, ഇൻക സംസ്കാരം, അസ്റ്റക് സംസ്കാരങ്ങളൊക്കെ തന്നെ. ചെറുതും വലുതുമായിട്ടുള്ള മറ്റ് സംസ്കാരങ്ങളും അമേരിക്കയിലും അതുപോലെ തന്നെ കരീബിയൻ ദ്വീപുകളിലും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഈ ഗുട്ടമലയെ തന്നെ നമുക്ക് വേണമെങ്കിൽ മായൻ സംസ്കാരത്തിന്റെ ഒരു ഹാർട്ട് ലാൻഡ് അഥവാ ഒരു ഹൃദഭൂമി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ 1520കളിലേക്ക് വരികയാണെങ്കിൽ ഗുട്ടമലയെ ആക്രമിച്ച്, അല്ലെങ്കിൽ അന്നത്തെ മധ്യ അമേരിക്കൻ സംസ്കാരങ്ങളെയൊക്കെ ആക്രമിച്ച് ഗുട്ടമല അടങ്ങുന്ന പ്രദേശം തന്നെ ഒരു സ്പാനിഷ് കോളനിയായി മാറുകയുണ്ടായി. 1820കൾ വരെ ഗുട്ടമല ഒരു സ്പാനിഷ് കോളനിയായി തന്നെയാണ് നിലനിന്നത്. എന്നാൽ 1820കളിൽ സ്പെയിനിൽ നിന്നും സ്വാതന്ത്ര്യമാകുന്ന ഗുട്ടമല വളരെ കുറച്ച് നാളത്തേക്ക് മാത്രം സെൻട്രൽ അമേരിക്കൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഭാഗമാവുകയുണ്ടായി. എന്നാൽ 1840കളിൽ വീണ്ടും അതിൽ നിന്നും ആ ഒരു യൂണിയൻ പിരിച്ചുവിടുകയും പിന്നീട് വീണ്ടും ഗുട്ടമല ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയും ചെയ്തു. എന്നാൽ അവിടെ തീരുന്നില്ല ഗുട്ടമലയുടെ സംഘർഷങ്ങളും പ്രശ്നങ്ങളൊന്നും തന്നെ. പിന്നീട് പല കാലഘട്ടങ്ങളിലായി അമേരിക്ക പോലെയുള്ള വലിയ ശക്തികൾ സ്ഥാപിച്ചിട്ടുള്ള ഏകാധിപത്യ ഭരണങ്ങൾ പലപ്പോഴും ഗുട്ടമലയിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും രക്തരൂഷിതമായ കലാപങ്ങൾക്കും വഴിതെളിച്ചു. ഈ കഴിഞ്ഞ 1960കൾ വരെ രക്തരൂഷിതമായ പലതരത്തിലുള്ള സംഘർഷങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഗുട്ടമലയെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര അപ്പാരന്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നും ഗുട്ടമല എന്ന് പറയുന്ന ഈ രാജ്യത്തെ വേട്ടയാടുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള അടിച്ചമർത്തൽ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, കറപ്ഷൻ, അതുപോലെ തന്നെ വംശീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്നും ഗുട്ടമല അടങ്ങുന്ന പല മധ്യ അമേരിക്കൻ, ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി എന്തുകൊണ്ടാണ് ഗുട്ടമലയിൽ ഇങ്ങനെ ഭൂചലനങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അതിനുള്ള ഉത്തരം ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം റിംഗ് ഓഫ് ഫയർ. റിംഗ് ഓഫ് ഫയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഭൂചലനങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമാണ്. ഇനി നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരികയാണെങ്കിൽ, മധ്യ അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗുട്ടമല അടങ്ങുന്ന മധ്യ അമേരിക്കൻ മേഖല റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഈ സബ്ഡക്ഷൻ സോണിന്റെ ഭാഗമാണ്. ഇവിടെ 2 പ്രധാന പ്ലേറ്റുകളാണുള്ളത്. ഒന്ന് കോക്കസ് പ്ലേറ്റും മറ്റൊന്ന് കരീബിയൻ പ്ലേറ്റ്. കോക്കസ് പ്ലേറ്റും കരീബിയൻ പ്ലേറ്റും കൂട്ടിയിടിച്ച് അതിൽ കോക്കസ് പ്ലേറ്റ് സബ്ഡക്റ്റ് ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഗുട്ടമലയിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഇല്ലെങ്കിൽ ഭൂചലനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. കരീബിയൻ പ്ലേറ്റും കോക്കസ് പ്ലേറ്റും കൂട്ടിമുട്ടുകയും അതിന്റെ ഭാഗമായി കോക്കസ് പ്ലേറ്റ് സബ്ഡക്റ്റ് ആകുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും ലോകത്ത് മറ്റ് റിംഗ് ഓഫ് ഫയർ അടങ്ങുന്ന മേഖലകൾ പോലെയുള്ള പോലെ തന്നെ ഇവിടെയും പലപ്പോഴും ഭൂചലനങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും വഴിതെളിക്കുന്നു. ഇനിയും ഗുട്ടമല എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചില പ്രത്യേകതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നോർത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 4 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. മെക്സിക്കോ, ബെലൈസ്, ഹൊണ്ടുറാസ് ആൻഡ് എൽ സാൽവദോർ. ഈ 4 രാജ്യങ്ങളുമായിട്ടാണ് ഗുട്ടമല രാഷ്ട്രീയപരമായിട്ടുള്ള അതിർത്തി പങ്കിടുന്നത്. പസഫിക് ഓഷ്യനാണ് ഗുട്ടമലയുടെ തെക്കൻ മേഖലയിലൂടെ കടന്നു പോകുന്നത്. മേജറായിട്ടുള്ള ടെറൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യത്ത് ഹൈലൻഡുകൾ കാണാൻ കഴിയും, വോൾക്കാനിക് മൗണ്ടൻസ്, ഒപ്പം തന്നെ ട്രോപ്പിക്കൽ ലോ ലാൻഡുകളും നമുക്ക് കാണാൻ കഴിയും. നോട്ടബിൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വോൾക്കാനിക് ചെയിൻ ഈ ഒരു രാജ്യത്തുണ്ട്. സിയറ മാദ്രെ ആണ് ഈ ഇവിടുത്തെയുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വോൾക്കാനോ. ഒപ്പം തന്നെ മറ്റ് ആക്റ്റീവായിട്ടുള്ള വോൾക്കാനുകളും ഗുട്ടമല എന്ന് പറയുന്ന രാജ്യത്തുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിയോഗോ, പക്കായ, അതുപോലെ തന്നെ സാന്റിയാഗുയിറ്റോ. ഇനി ഗുട്ടമലയിലുള്ള നാച്ചുറൽ റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങളായിട്ടുള്ള ഗോൾഡ്, സിൽവർ, നിക്കൽ പോലെയുള്ള ലോഹങ്ങൾ നമുക്ക് ഗുട്ടമലയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പെട്രോളിയം, റെയർ എർത്ത് മിനറൽസും ഒക്കെ തന്നെ നമുക്ക് ഗുട്ടമലയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗുട്ടമലയുടെ ഏറ്റവും വലിയ എക്കോണമിക് സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. കാപ്പി, പഞ്ചസാര, പഴങ്ങൾ, അതുപോലെ തന്നെ ഏലക്ക തുടങ്ങിയവയാണ് അവിടെ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ്, ഏലക്കയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് ഗുട്ടമല എന്ന് പറയുന്ന രാജ്യം. സോ ശ്രദ്ധിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് ഗുട്ടമല. കാർഡമമിന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് ഗുട്ടമല. ലോകത്തിലെ ഏറ്റവും വലിയ കാർഡമം പ്രൊഡ്യൂസർ ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കാർഡമം എക്സ്പോർട്ടറും ഇന്ത്യയാണ്. പക്ഷേ 1ാമത്തെ എക്സ്പോർട്ടർ എന്ന് പറയുന്നത് ഗുട്ടമല എന്ന് പറയുന്ന ഈ മധ്യ അമേരിക്കൻ രാജ്യമാണ്.
ഇനിയും നമുക്ക് പ്രിലിംസ് പ്രാക്ടീസിലേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിത്ത് റെഫറൻസ് ടു ദ ജോഗ്രഫി ഓഫ് ഗുട്ടമല consider the following statements. Statement 1, Guatemala lies along the subduction zone where the Nazca Plate is diving beneath the South American Plate, making it highly seismically active. Statement 2, Guatemala shares land borders with both Honduras and Nicaragua. Which of the statements given above is or are correct? Option A 1 only, option B 2 only, option C both 1 and 2, and option D neither 1 nor. So ഉത്തരം കമന്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.